ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ട്രേഡിംഗ് ജേണലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ട്രേഡിംഗ് ജേണൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി എത്രത്തോളം എൻഹാൻസ്ഡ് ആകും, നിങ്ങൾക്ക് എത്രത്തോളം മച്ച് ബെറ്റർ ആയിട്ടുള്ള ട്രേഡർ ആകാൻ പറ്റും, പ്രോഫിറ്റ് ജനറേറ്റ് കൺസിസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിൽ ട്രേഡിംഗ് എന്ന ഫീൽഡിൽ ശക്തമായിട്ട് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യകാരണങ്ങളും അതിൻ്റെ അടിസ്ഥാനങ്ങളും തെളിവുകളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് അധികം സമയം കളയാതെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ നമ്മൾ സംസാരിക്കുകയാണ്. വാട്ട് ഈസ് എ ട്രേഡിംഗ് ജേണൽ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് നമ്മളൊരു ട്രേഡിംഗ് ജേണൽ നമ്മൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ട്രേഡിംഗ് ജേണൽ ഈസ് എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഓൾ യുവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ട്രേഡ്സ് എക്സിക്യൂട്ടഡ്, ട്രേഡിംഗ് സ്ട്രാറ്റജീസ് യൂസ്ഡ്, മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ഇമോഷൻസ് എക്സ്പീരിയൻസ്ഡ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് പഞ്ച് ചെയ്യുകയാണ്, നിങ്ങൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിലയൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇപ്പം 3000 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പം നമ്മളത് 3010 ആകുമ്പോൾ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമെന്ന് നമ്മൾ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 3040 ആകുമ്പോൾ എക്സിറ്റ് ആവുമെന്നും പറയുകയാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാം സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിട്ട് എവറിത്തിങ് ആ ട്രേഡിൻ്റെ നോക്ക് ആൻഡ് കോർണർ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആയിട്ടോ നിങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന, നിത്യവും ചെയ്യുന്ന ഒരു രേഖയാണ് ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, നമ്മളിത് ചെയ്യുന്നത് കൊണ്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഹെൽപ്സ് ഇൻ ട്രാക്കിംഗ് പെർഫോമൻസ്, നമുക്ക് നമ്മളുടെ പ്രകടനം നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഐഡൻറ്റിഫൈങ് പാറ്റേൺസ്, അതായത് മാർക്കറ്റിൽ റിക്കറിങ് ആയിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് അടുത്തത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെന്ന് നമ്മൾ പ്രീവിയസ്ലി എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുകയും നമുക്ക് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഈ എന്താ പറയുക ഒരു ട്രേഡിംഗ് ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമ്മളുടെ ഡിസിപ്ലിൻ, അച്ചടക്കം നമ്മളെ വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ തെറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും എന്താ പറയുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് നമ്മൾ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ എൻഹാൻസ് ആയിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ബെനഫിറ്റ്സ് ഓഫ് കീപ്പിംഗ് എ ട്രേഡിംഗ് ജേണൽ, അതായത് ഒരു ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ബെനഫിറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, പെർഫോമൻസ് ട്രാക്കിംഗ്, നമ്മുടെ പ്രകടനം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. കീപ്പ് എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രേഡ് ടു ഇവാലുവേറ്റ് ഓവറോൾ പെർഫോമൻസ്, നമ്മൾ ഓരോ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോഴും കറക്റ്റായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കുന്നത് വഴി നമുക്ക് രാത്രി ആയാലും അല്ലെങ്കിൽ ഒരു വീക്ക്ലി അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ള ലോജിക്കും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. നമ്മൾ നഷ്ടമോ ലാഭമോ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകും. ഓക്കെ, പിന്നെ അടുത്തൊരു ബെനിഫിറ്റ്സ് ട്രേഡിംഗ് ജേണൽ എന്താ പറയുക റെക്കോർഡ് ചെയ്ത് വെച്ചത് കൊണ്ടുള്ള അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് റിക്കറിങ് മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്തു, നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ, ഇനി ശരിയാണെങ്കിൽ ഫ്യൂച്ചറിലും ഇതുപോലെ സംഭവിക്കാമല്ലോ എന്ന് കരുതിയത് നമുക്ക് കുറച്ചുകൂടി പ്രോബബിലിസ്റ്റിക്കലി എന്താ പറയുക നല്ല ട്രേഡ്സ്, ആക്യുറസി ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഒന്നാണ് ഡിസിപ്ലിൻ, നമ്മുടെ അച്ചടക്കം വർദ്ധിക്കും. പിന്നെ നമ്മൾ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ദ ഇമോഷൻസ് ദാറ്റ് ഇമ്പാക്റ്റ് ട്രേഡിംഗ് ഡിസിഷൻ, അതായത് ട്രേഡിംഗ് ഡിസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷൻസ്, അതായത് ഫിയർ, ഗ്രീഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും കൃത്യമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ നഷ്ടം വരുത്തുന്നുള്ള കാര്യം ഷുവറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീഡിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും നമ്മൾ കൊടുക്കുന്നതാണ്.
ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ എ ട്രേഡിംഗ് ജേണൽ. അതായത് ഒരു ട്രേഡിംഗ് ജേണലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രേഡ് ഡീറ്റെയിൽസ്. അതായത് നമ്മൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോഴുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. കാരണം അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി പോയിന്റ് എഴുതണം, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എക്സിറ്റ് പോയിന്റ് എഴുതണം, അതുപോലെ തന്നെ നമ്മൾ എത്ര പൊസിഷൻ സൈസ്, എത്ര ക്യാപിറ്റൽ കൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രേഡ്. അതായത് ഏത് തരത്തിലുള്ള ട്രേഡാണ് നമ്മളവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്വിംഗ് ട്രേഡ് ആണോ, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആണോ, അതും അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ട്രേഡ്, അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെയുള്ള മറ്റ് ട്രേഡ്സ് ആണോ, നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ആണോ ചെയ്തത് എന്നുള്ള കാര്യവും കൂടി നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ഓക്കെ, സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും നമ്മൾ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് ട്രേഡിംഗ് ചാനലിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലറായി ഇപ്പം നമ്മൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ പർട്ടിക്കുലർ ഡേയിൽ റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലയൻസ് കമ്പനിയുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ന്യൂസ് വായിച്ചിട്ടായാലും മറ്റ് പല മാഗസീൻസിലൂടെ ആയാലും നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള അറിവ് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏത് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ് നിങ്ങൾ ആ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡിക്കേറ്റർ കൂടി നിങ്ങളവിടെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണലിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സ്പെസിഫിക് സ്ട്രാറ്റജി യൂസ്ഡ് ആൻഡ് റാഷണൽ ബിഹൈൻഡ് ദ ട്രേഡ്. അതായത് ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ആ ട്രേഡിൽ എൻ്റർ ചെയ്തത് എന്നുള്ള കാര്യവും നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ, സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു 200 EMA ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്ത് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ സപ്പോസ് പ്രൈസ് ആക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ കറക്റ്റായിട്ട് കണ്ടെത്തി അതിൻ്റെ തൊട്ട് താഴെയോ മുകളിലോ ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യും. അപ്പോൾ അത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് പല സ്ട്രാറ്റജീസും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും നിങ്ങൾ ഏത് സ്ട്രാറ്റജിയിലൂടെയാണ് നിങ്ങൾ ആ ട്രേഡ് എടുത്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്നൊക്കെ പറയുന്നുള്ള സ്ട്രാറ്റജി. ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത വാർഡ് തന്നെയുള്ള ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയോ ലോവോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈയോ ലോവോ കംപ്ലീറ്റ് ആയിട്ട് മറികടന്ന് ക്യാൻഡിൽ ക്ലോസ് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പ് സൈഡോ ഡൗൺ സൈഡിലോട്ടൊക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോവോ ഹൈയോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കുന്ന മറ്റ് പല സ്ട്രാറ്റജീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി കൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് എടുക്കുന്നത് എങ്കിൽ എന്താണ് സ്ട്രാറ്റജി, എന്ത് ലോജിക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ട്രേഡിംഗ് ജേണലിൽ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളത്, നെക്സ്റ്റ് ഔട്ട്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ലേബൽ ചെയ്ത് വച്ചിരിക്കണം. നെക്സ്റ്റ് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിംഗ് ജേണിയിൽ പരാജയപ്പെടും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഓക്കെ, ഫീലിങ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ട്രേഡ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് പഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന്, നിങ്ങൾക്ക് യുഫോറിയ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നൊരു എന്താ പറയുക സ്റ്റേജിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്ത് തന്നെയായാലും നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ഇമോഷൻ, എന്ത് വികാരമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിൻ്റെ സമയത്ത് നിങ്ങളുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്ലക്ച്വേഷൻസ് കാണുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. ആഫ്റ്റർ ദ ട്രേഡിൻ്റെ അവസാനം അല്ലെങ്കിൽ ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലാഭം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് യൂഫോറിക് സ്റ്റേജ് ആണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓവർ ടെൻസ്ഡ് ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വച്ചിരിക്കണം. ഓക്കെ, ലെസൺസ് ലേൺഡ്, കീ ടേക്ക് അവേ ഫ്രം ഈച്ച് ട്രേഡ്. ഓക്കെ, നിങ്ങൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് ആ പാഠം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചെയ്തത് തെറ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് ട്രേഡിൽ അത് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ട്രേഡിംഗ് ജേണലിൻ്റെ ഒരു സ്മോൾ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതാണ്.
ആണ്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ബൈ പ്രൈസും സെൽ പ്രൈസും അതുപോലെ തന്നെ ഇനീഷ്യൽ റിസ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബട്ട് നിങ്ങളൊരു ട്രേഡിംഗ് ജേർണൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. റെക്കോർഡ് എവറി ട്രേഡ് വിതൗട്ട് എക്സെപ്ഷൻസ്. യാതൊരു ഒഴിവാക്കലുകളും ഇല്ലാതെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ എല്ലാം എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ്. ഇൻക്ലൂഡ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം കോംപ്രിഹെൻസീവ് അനാലിസിസ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. യാതൊരു കാരണവശാലും ഒന്നും ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ തറവായിട്ട് റെഗുലർലി നിങ്ങൾ റിവ്യൂ ചെയ്യണം. ഓക്കെ, സെറ്റ് അസൈഡ് ടൈം ടു റിവ്യൂ ആൻഡ് അനലൈസ് യുവർ ജേർണൽ എൻട്രീസ്. ആ ഒരു പ്രത്യേക സമയം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണലിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സമയം എല്ലാ ദിവസവും നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് അഡാപ്റ്റേഷൻ. അഡ്ജസ്റ്റ് യുവർ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ ഇൻസൈറ്റ്സ് ഗെയിൻഡ് ഫ്രം ദി ജേർണൽ. അതായത് നിങ്ങളുടെ ജേർണലിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാം. നിങ്ങൾ ഒരു പേപ്പറും പേനയും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ട്രേഡ്സും അല്ലെങ്കിൽ ജേർണലായിട്ട് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക നോട്ട് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് എന്നും കയ്യിൽ കൊണ്ട് നടക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ട്രേഡിംഗ് ജേർണൽ എൻട്രിയുടെ ഒരു എക്സാമ്പിൾസ്, ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു XYZ എന്ന് പറയുന്ന സപ്പോസ് നിങ്ങളൊരു കമ്പനീനെ നിങ്ങൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ ഒരു 100 ഷെയർസ് നിങ്ങൾ 500 റുപ്പീസിന് വാങ്ങിച്ചു ആൻഡ് നിങ്ങൾ അത് സെല്ല് ചെയ്തത് 550 റുപ്പീസിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച പ്രൈസും അതുപോലെ തന്നെ ഏത് കമ്പനിയാണെന്ന് കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. അതുപോലെ തന്നെ ആ കമ്പനിയിൽ എൻട്രി എടുത്ത പ്രൈസ് ലേബൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ കമ്പനിയിൽ എക്സിറ്റ് അടിച്ച പ്രൈസും കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ലേബൽ ചെയ്തിരിക്കണം. ആ ഒരു ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആണ് എങ്കിൽ നിങ്ങൾ അപ്സൈഡിലാണ് ട്രേഡ് എടുത്തെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക. ഇനി ബുള്ളിഷ് ആണ് ഓവറോൾ ട്രെൻഡ്, ബട്ട് നിങ്ങൾ ഡൗൺ സൈഡിലോട്ടേക്ക് ഒരു ട്രേഡ് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തിട്ട് അത് പിന്നെയും തിരിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു അപ് ട്രെൻഡിലുള്ള ഒരു ട്രേഡിനെയാണ് നിങ്ങൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് നിങ്ങൾ ലോസ് വരുത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ട്രേഡിംഗ് ജേർണലിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വച്ചാൽ നിങ്ങൾ ചെയ്ത ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജി. ജസ്റ്റ് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം 200 EMA മൂവിങ് ആവറേജ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ അപ്സൈഡിലോട്ടേക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ എന്താ പറയുക ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്തത് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി അവിടെ എന്താ പറയുക മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ആയിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്സ് 5000 റുപ്പീസ് ആണ്. അതും കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഇമോഷൻസ്, കോൺഫിഡൻറ്റ് അറ്റ് എൻട്രി, നെർവസ് ഡ്യൂറിങ് പ്രൈസ് ഡ്രോപ്പ്, റിലീവ്ഡ് അറ്റ് പ്രോഫിറ്റ്. അതായത് നിങ്ങളിപ്പോൾ എന്താ പറയുക നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. ആ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്ലക്ച്വേഷൻസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇടറിയോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നെർവസ്നെസ് വന്നോ, നിങ്ങൾക്ക് പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് മാറാനുള്ള ഒരു ത്വര വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ലേബൽ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായോ, നിങ്ങൾ ഹാപ്പി ആണോ സാഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ലെസൺസ് ലേൺഡ്, മൂവിങ് ആവറേജ് സ്ട്രാറ്റജി വർക്ക്ഡ് വെൽ, അതായത് നിങ്ങളുടെ ഈ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ എങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണയും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഓക്കെ,
പിന്നെ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജേണൽ എൻട്രിയിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മിസ്റ്റേക്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകൺസിസ്റ്റൻറ്റ് എൻട്രീസ്. അതായത് നിങ്ങൾ ചില ട്രേഡുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. നിങ്ങൾ എല്ലാ ട്രേഡും നിങ്ങൾ എടുക്കുന്നത് മൊത്തം നിങ്ങൾ അവിടെ ലേബൽ ചെയ്ത് വെക്കാതെ ചില ട്രേഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ലാക്ക് ഓഫ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രേഡിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഒരു ട്രേഡിംഗ് ജേണലിനെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ജേണലിൻ്റെ നല്ല വശമല്ല. ഓക്കെ, പിന്നെ നോട്ട് റിവ്യൂയിങ്, അതായത് നിങ്ങൾ റെഗുലറായിട്ട് എന്താ പറയുക, നിങ്ങളുടെ ട്രേഡിംഗ് ജേണൽ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇഗ്നോറിങ് ഇമോഷൻസ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകും. ഗ്രീഡ്, ഫിയർ, അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകും. ഓക്കെ, ആ ഒരു ഇമോഷൻസ് എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ലേബൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നെഗ്ലക്റ്റിംഗ് ലെസൺസ്, ഫെയിലിംഗ് ടു അപ്ലൈ ലെസൺസ് ലേൺഡ് ഫ്രം ഫ്യൂച്ചർ ട്രേഡ്സ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ടിപ്സ് ആണ് ഫോർ എഫക്റ്റീവ് ജേർണലിംഗ്. എഫക്റ്റീവ് ജേർണലിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് കൂടി നമ്മൾ ഈ ചാനലിൽ പറയുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ബി ഹോണസ്റ്റ്, റെക്കോർഡ് ഓൾ ട്രേഡ്സ് ട്രൂത്ത്ഫുള്ളി ഇൻക്ലൂഡിങ് ലോസസ് ആൻഡ് മിസ്റ്റേക്സ്. നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ തെറ്റുകുറ്റങ്ങൾ ആ ട്രേഡിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക. ആരെയും തെളിയിക്കണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ അതിനെ എഴുതി വെക്കാൻ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ട്രേഡിൻ്റെ മറ്റ് പല കാര്യങ്ങളും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, ഡെവലപ്പ് എ റുട്ടീൻ ഫോർ അപ്ഡേറ്റിംഗ് യുവർ ജേണൽ. ഓക്കെ, പിന്നെ യൂസ് ടെക്നോളജി, നിങ്ങൾക്ക് പല ആപ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസോ ഉപയോഗിച്ചിട്ട് ട്രേഡിംഗ് ചാനൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. വാട്ട് യു വാണ്ട് ടു അച്ചീവ് ത്രൂ ജേർണലിംഗ്, അതായത് നിങ്ങൾക്കിപ്പം പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 60% റിട്ടേൺ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജേണൽ എൻട്രിയിൽ നിങ്ങൾ എഴുതി വെക്കുന്ന ട്രേഡ്സും ഈ ഒരു രീതിക്കുള്ളത് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ 1% ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡ് എൻ്റർ ചെയ്തത് എങ്കിൽ നിങ്ങൾ ആ ഒരു 1% കൂടി നിങ്ങൾ അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റിഫ്ലക്ട് റെഗുലർലി, സ്പെൻഡ് ടൈം റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ ട്രേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഓക്കെ, അതായത് നിങ്ങളുടെ ട്രേഡിൻ്റെയും സ്ട്രാറ്റജീൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ജേണൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക. ഓക്കെ, ഫൈനലി നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ ട്രേഡിംഗ് ജേണൽ ഈസ് ആൻ എസെൻഷ്യൽ ടു എനി സീരിയസ് ട്രേഡർ. നിങ്ങളൊരു എത്ര തന്നെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിഗിനർ ടു ഹൈ ലെവൽ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ കൂടി ട്രേഡിംഗ് ജേണൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് പെർഫോമൻസ്, ഐഡൻറ്റിഫൈ പാറ്റേൺസ്, ഇംപ്രൂവ് ഡിസിപ്ലിൻ, ലേൺ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് കൺട്രോൾ ഇമോഷൻസ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് മെയിൻറ്റെയിനിങ് എ ട്രേഡിംഗ് ജേണൽ ടുഡേ ടു എൻഹാൻസ് യുവർ ട്രേഡിംഗ് സ്കിൽസ് ആൻഡ് സക്സസ്. നിങ്ങൾ ഇതുവരെ ഒരു ട്രേഡിംഗ് ജേണൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡിംഗ് ജേണൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, എവ്രി അക്കംപ്ലിഷ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡിസിഷൻ ടു ട്രൈ. അതായത് നിങ്ങൾ ശ്രമിക്കാതെ ഇരിക്കരുത്. എന്തും അച്ചീവ് ചെയ്യണമെങ്കിൽ ശ്രമം അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.